ശ്രീ പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് കാലത്ത് മുതൽ റെയ്ഡുകൾ നടക്കുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു പലപ്പോഴും ടി വിയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഏകദേശം 4-5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് പിണറായി വിജയനെതിരെയുള്ള കേസുകളുടെ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ 2026 ഇലക്ഷൻ കഴിയണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് നമുക്ക് സാധാരണ നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ 12 സ്ഥലത്തൊക്കെ ഒരുപോലെ അന്വേഷണം നടത്തുക, അതുപോലെ പ്രതിപക്ഷ നേതാവിനെ അടക്കം എങ്ങും പോകാതിരിക്കാതെ അവിടെ നിലനിർത്തിയിട്ട് എല്ലാ സെർച്ചും നടത്തുക എന്നുള്ളതൊക്കെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സാധാരണ നിലയിൽ പെട്ടെന്ന് സാധ്യമാവുന്നൊരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ED സെർച്ചും ഒക്കെ വളരെ വൈകിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് 12 സ്ഥലത്ത് ഒപ്പം നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതിന് ഉപബൽഗമായിട്ടുള്ള ഏതെങ്കിലും രേഖകൾ ബാക്കി വെച്ചിരിക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇവർക്കെല്ലാം അറിയാം, ഇനി അവർക്ക് ആ രേഖകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആ രേഖകളെല്ലാം നശിപ്പിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഈ റെയ്ഡുകളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കിപ്പോൾ ഊഹിക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഇത് വളരെ ക്ലിയർ കട്ട് കേസാണ്. ആ ക്ലിയർ കട്ട് കേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റുന്നു. ആ കൈപ്പറ്റിയതിന് പകരമായിട്ട് യാതൊരു സർവീസും കൊടുക്കുന്നില്ല. അങ്ങനെ കൈപ്പറ്റിയത് എന്തിനാണെന്ന് അതിന് GST മാത്രമാണ് അടച്ചിട്ടുള്ളത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ടാക്സും അടയ്ക്കേണ്ടതാണ്. അത് അടച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, യാതൊരു സർവീസും കൊടുക്കാതെ അത് അങ്ങനെ ഒരു പണം പറ്റാനായിട്ട് എന്ത് സാഹചര്യത്തിലാണ് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നും ഒരു മാസപ്പടി ലിസ്റ്റ് കിട്ടിയിരുന്നു. ആ മാസപ്പടി ലിസ്റ്റിൽ കുറേയധികം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഷോർട്ട് ഫോംസ് ഉണ്ടായിരുന്നു. അതിലില്ലാത്ത വിഭാഗക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. അതിലൊരു PV ഉണ്ട്. തീർച്ചയായിട്ടും ആ PV ഏതാണെന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ഇനിയെങ്കിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകട്ടെ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള പാരഫർനാലിയയും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ EDക്ക് ഉണ്ടാകുകയില്ല. പക്ഷേ സത്യസന്ധമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഒരു വലിയ കാര്യമാണ് പുറത്തു കൊണ്ടുവരിക. കാരണം എന്താണെന്ന് വെച്ചാലും, ഏതൊക്കെ അധികാര ശ്രേണിയിൽ ഇരുന്നാലും അവസാനം നിയമം നിങ്ങളുടെ പുറകെ വരും, നിങ്ങളെ പിടികൂടും എന്നൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാനാണ്. ഇത് തന്നെയാണ് ആലപ്പുഴയിലെ AD തോമസിനെയും മറ്റൊരാളെയും തല്ലിയ ഗവൺമെൻറ്മാർക്ക് കിട്ടുന്ന മെസ്സേജ്. കാരണം 3 വർഷം മുമ്പ് ചെയ്തതാണെങ്കിലും കേസെല്ലാം എഴുതി തള്ളിക്കാനായിട്ട് സാധിച്ചതാണെങ്കിലും നിയമം പുറകെ വന്നു, പിടികൂടി എന്നുള്ളതാണിത്. ഇന്നവരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവും പുറത്തു വന്നതായിട്ടുള്ള വാർത്തയുണ്ട്. ഇനി അതിൽ ക്രിമിനൽ നടപടികൾ എന്തെല്ലാമാകും. അതുപോലെ ആ കേസ് എഴുതി തള്ളാൻ സാഹചര്യമൊരുക്കിയ IPS ഉദ്യോഗസ്ഥനെതിരെ ഇന്ന് നടപടി ഉണ്ടാകുമെന്ന് കൂടി കണ്ടറിയാം. ഇതൊക്കെ കണ്ട് മറ്റുള്ള IPS ഉദ്യോഗസ്ഥരും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം തെറ്റുകൾ ചെയ്യാനായിട്ട്, ആര് പറഞ്ഞിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം തെറ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിയമത്തിനും ഭരണഘടനയ്ക്കും രാഷ്ട്രത്തിനും വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള തൻ്റെയിടം, അതിന് വേണ്ടി വന്നാൽ ചിലപ്പോൾ ചെറിയ വിലകളൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ വിലകൾ കൊടുക്കുന്നത് നിങ്ങളുടെ മാറ്റ് കൂട്ടുകയുള്ളൂ, ഒരിക്കലും കുറയ്ക്കുകയില്ല എന്നുകൂടി എനിക്ക് പറയാനാകും. നമസ്തേ.